മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. ഇന്നത്തെ വിഷയം ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയും കൂടെയാണ്. പിന്നെ കൂടാതെ ഒരു കാര്യമുള്ളത് ഈ മരുന്നുകളെ പറ്റിയാണ്. ഇപ്പോൾ പലർക്കും സംശയം തോന്നാറുണ്ട്, ഈ മരുന്നുകൾ ശരിക്കും ഇഫക്റ്റീവ് അല്ലേ എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലരും ചിന്തിക്കുന്നത് ഈ മരുന്നുകൾ ഇങ്ങനെ കാലാകാലങ്ങൾ കഴിക്കേണ്ടി വരുന്നു. അപ്പം ശരിക്കും ഈ മരുന്നുകൾ എന്താണ് ചെയ്തു തരുന്നത്? ഈ രോഗത്തെയോ അസുഖത്തെയോ മാറ്റാനായിട്ട് സഹായിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് സിംറ്റമാറ്റിക് റിലീഫ് എന്ന് പറയും, ദാറ്റ് ഈസ് നമ്മുടെ ഈ അസുഖത്തെ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണോ എന്നുള്ളതിനെ പറ്റി. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് ഡോക്ടർ ജോളി തോംസൺ ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ ജീവിതശൈലി ക്രമീകരണത്തിലൂടെ എങ്ങനെയാണ് ഈ രോഗങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാനും റിവേഴ്സ് ചെയ്യാനും സാധിക്കുക എന്നുള്ളതിനെ പറ്റിയാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡോക്ടർ ജോളി തോംസനോട് ആദ്യത്തെ ചോദ്യം നമ്മളുടെ ഈ പോളുമായിട്ട് ബന്ധപ്പെട്ട, ദാറ്റ് ഈസ് നമ്മൾ ഓരോ ആഴ്ചയും നമ്മളൊരു പോള് നടത്താറുണ്ട് ഈ നമ്മുടെ ഈ ടോപ്പിക്കിനെ പറ്റി. അപ്പം നമ്മുടെ പോളിൽ കണ്ടത് ചോദ്യം ഇതായിരുന്നു: ജീവിതം മുഴുവൻ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കണമോ അല്ലെങ്കിൽ രോഗം ശരിക്കും മാറ്റണമോ എന്നുള്ളതായിരുന്നു. അതിൽ ഉത്തരങ്ങൾ 4 കൊടുത്തിരുന്നത് രോഗം പൂർണ്ണമായി മാറ്റാൻ ആഗ്രഹിക്കുന്നു. അതാണ് 76% നമ്മുടെ വ്യൂവേഴ്സും ആൻസർ ചെയ്തത്. പിന്നെ ഒരു 12% പേര് അതിനെപ്പറ്റി കൂടുതൽ അറിയണം, താല്പര്യമുണ്ട് ഈ കാര്യത്തെപ്പറ്റി. പിന്നെ മൂന്നാമത്തെ ഒരു 6% പേര് പറഞ്ഞത് അവർക്ക് ഇപ്പോൾ ഉള്ള ചികിത്സ മതി എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. പിന്നെ നാലാമത്തെ ഒരു വിഭാഗം 7% വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ രോഗം മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിങ്ങനെ മാനേജ് ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമാണ് മാർഗം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പൊതുവെയുള്ള ധാരണ. പിന്നെ നമ്മൾ തുടക്കത്തിൽ നമ്മളൊരു ഫ്യൂ കമൻസ് നമ്മളുടെ ചാനലിൽ വരുന്നത് നമ്മൾ എടുക്കാറുണ്ട്. ഓരോ ആഴ്ചയും ഓരോരുത്തരുടെ സംശയങ്ങൾ ഇന്നിപ്പം ഒരു 6 നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് ടാബ്ലറ്റുകൾ കഴിച്ചാൽ കിഡ്നിയെ ദോഷകരമായി ബാധിക്കുമല്ലോ. അങ്ങനെ വരുമ്പോൾ ഡയബറ്റീസ് ഉള്ള ഇങ്ങനെ ഒരാൾ 10 വർഷമായി ഈ ടാബ്ലറ്റ്സ് കഴിച്ച് അത് നിയന്ത്രണത്തിൽ ജീവിക്കുന്നതാണോ, അല്ലെങ്കിൽ ടാബ്ലറ്റ് കഴിക്കാതെ നിയന്ത്രണം ഇല്ലാതെ ജീവിക്കുന്നതാണോ കിഡ്നിയെ കൂടുതൽ ബാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതിനുള്ള ഉത്തരം ഡയബറ്റീസ് ആണല്ലോ പോയിന്റ് ഓഫ് വ്യൂലാണല്ലോ. ഇപ്പം ഡയബറ്റീസിന് ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ 2 പ്രോബ്ലമാണ് അതിനകത്ത് വരുന്നത്. ഇപ്പം നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസും ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റീസും ഉണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസിന് നമ്മൾ ഇൻസുലിൻ്റെ കുറവാണ്. അവിടെ നമ്മൾ ഇൻസുലിൻ എന്തായാലും ബേസിക് സപ്ലിമെൻ്റ് എടുക്കാതെ പറ്റില്ല ടൈപ്പ് 1-ന്. ഇപ്പം ടൈപ്പ് 2 ആണ് 90%, 95% ടൈപ്പ് 2 ഡയബറ്റീസാണ്. അവിടെ ഇൻസുലിൻ്റെ കുറവില്ല, അവിടെ ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല. പലരിലും ഇൻസുലിൻ്റെ അളവ് ഒത്തിരി കൂടുതലായിരിക്കും. അപ്പം നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ എന്താ തരുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഡയബറ്റീസിന് മരുന്നിൽ ഒരു 90% ഓഫ് ദ മരുന്നും ഈ ഇൻസുലിൻ്റെ അളവ് കൂട്ടിക്കൊണ്ട് ഷുഗറിനെ കൺട്രോൾ ചെയ്യുകയാണ്. അതുപോലെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴും വീണ്ടും ഇൻസുലിന് ഇഞ്ചക്ട് ചെയ്ത് ഇൻസുലിൻ്റെ അളവ് കൂടുകയാണ്. അപ്പം ഇൻസുലിൻ്റെ അളവ് കൂടുന്നത് ഏത് ഹോർമോണും കുറയുന്നത് പോലെ തന്നെ കൂടുന്നതും അപകടമാണ്. ഇൻസുലിനെ കുറിച്ച് ഇൻസുലിൻ കൂടുന്നതിനെ കുറിച്ചുള്ള അപകടത്തെക്കുറിച്ചൊക്കെ ഉള്ള അറിവുകൾ നമുക്കിപ്പം റീസെൻ്റാണ് വരുന്നത്. ശരിക്കും ഈ രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞ് ബ്ലോക്ക് വരാനും അതുപോലെ ഈ മെമ്മറി കുറഞ്ഞ അൽഷീമേഴ്സ് ഡിസീസ് വരാനും ഒക്കെ കാരണം ഈ ഇൻസുലിൻ്റെ അളവ് കൂടുന്നത് ദോഷകരമാകുന്ന. ഗ്ലൂക്കോസ് കൂടുന്നത് ദോഷകരമാണ്, അതുപോലെ തന്നെ ദോഷകരമാണ് ഇൻസുലിൻ കൂടുന്നത്.
അപ്പം നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടത്? ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ കാരണം ഷുഗർ കൂടുന്നു, അതുപോലെ നമ്മളുടെ ബോഡിയിൽ ഫാറ്റിൻ്റെ അളവ് കൂടുന്നു. ഫാറ്റിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത്. കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് അടിയുന്നത്. ഈ കൊഴുപ്പ് എവിടെ നിന്ന് അടിയുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നട്ട്സും കൊഴുപ്പായിട്ട് വരുന്നത്, നട്ട്സ്, കുക്കിംഗ് ഓയിൽ, ഇതിൽ നിന്നൊക്കെ കൊഴുപ്പ് വരും. അതുകൂടാതെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്ന സ്റ്റാർച്ചിനെ, അതായത് നമ്മൾ ചോറും ചപ്പാത്തിയും ഒക്കെ കഴിക്കുന്ന ഈ കൂടുതലുള്ള സ്റ്റാർച്ചിനെ നമ്മൾ ബ്ലഡിൽ ഷുഗർ കൂടുമ്പോൾ അതിനെ വേഗം കൊഴുപ്പാക്കി മാറ്റി നമ്മൾ ഈ എടുക്കുന്ന ഇൻസുലിൻ ആണെങ്കിൽ അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഷുഗർ കൂടുന്നതിനെ കൊഴുപ്പാക്കി മാറ്റി നമ്മൾ സംഭരിക്കുന്നു. അപ്പോൾ സംഭരിച്ച് അവസാനം പോയി നമ്മുടെ രക്തക്കുഴലിൽ കൂടെ സംഭരിക്കാൻ തുടങ്ങുന്നു. അവിടെയാണ് നമുക്ക് ബ്ലോക്ക് വരുന്നത്. അപ്പോൾ ഹാർട്ടിൻ്റെ രക്തക്കുഴലിൽ സംഭരിച്ച് കഴിയുമ്പോൾ ഹാർട്ടിന് ബ്ലോക്ക് വരുന്നു. അതിനാണ് നമ്മൾ സ്റ്റെൻറ്റ് ഇടുന്നത്, അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ശരിക്കുമുള്ള ആൻസർ എന്താ? ശരിക്കുമുള്ള പരിഹാരം എന്താ? നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്യുക. നമുക്ക് ആവശ്യത്തിന് നമ്മളുടെ ഇപ്പം ഈ പുതിയ ജീവിതശൈലിയിൽ നമുക്ക് ഒത്തിരി ഈ വർക്ക് ലോഡ് കുറവാണ്, എനർജിയുടെ ഉപയോഗം ഇല്ല. എനർജിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫാറ്റും കൊഴുപ്പുള്ള കൂടുതൽ കൊഴുപ്പും ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന എനർജിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ എനർജിയുടെ ഉപയോഗം കുറച്ച് നമ്മൾ മരുന്ന് കഴിക്കാതെ ഇരുന്നും ഷുഗർ കൺട്രോൾ ഇല്ലാതെ എന്നങ്ങ് പൊക്കോട്ടെ എന്നും അല്ല വെക്കേണ്ടത്. നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്ത് ഷുഗർ കൺട്രോൾ ആക്കാം മരുന്നിൻ്റെ സഹായമില്ലാതെ. അത് ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റിന് 100% സാധിക്കുന്നതേ ഉള്ളൂ. പേഷ്യൻ്റ് വില്ലിങ് ആണ്. അതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പം എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും കിട്ടണമെന്നില്ല. ഞാൻ ഇതിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഇതിലാണ് എൻ്റെ റിസർച്ച് സ്റ്റഡി എല്ലാം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതും പേഷ്യൻസിന് ഉള്ള എക്സ്പീരിയൻസും വെച്ചിട്ടാണ്. കറക്റ്റായിട്ട് അത് ഒരു സയൻറ്റിഫിക് ആയിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും. ടാബ്ലറ്റ് കഴിച്ച് ഡയബറ്റിസ് നിയന്ത്രണത്തിൽ ജീവിക്കുന്നതാണോ എന്നുള്ള ചോദ്യത്തിന് ടാബ്ലറ്റ് കഴിക്കാതെ ഡയബറ്റിസ് നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. അത് പോസിബിളാണ്. അതിന് നമ്മളെല്ലാവരും തന്നെ റെഡി ആകുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ചെയ്യപ്പെടുന്ന ഓപ്പറേഷനുകളും, ഈ ഹാർട്ടിന് ബ്ലോക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്നതും, മുട്ടുമാറ്റി വയ്ക്കൽ ചെയ്യുന്നതും, ഇതൊക്കെ ഒഴിവാക്കാവുന്നതാണ്. ഇപ്പം ബേസിക്കലി ലേറ്റസ്റ്റ് സ്റ്റഡീസ് അനുസരിച്ച് 90% ഓഫ് ദി ഓപ്പറേഷൻസ്, 90% ഓഫ് ദി മെഡിസിൻസ് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ, പ്രൊവൈഡ് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ ബില്ലിങ് ആവണം. ചുരുക്കി പറഞ്ഞാൽ ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് ഈ പറയുന്ന അസുഖം അല്ലെങ്കിൽ ഡയബറ്റിസ് അല്ലെങ്കിൽ അതുപോലത്തെ അസുഖങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് ആണ് എന്ന് വിചാരിക്കുന്നവർ ഒരു സ്റ്റെപ്പും കൂടെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ മനസ്സിലാക്കാൻ ചാൻസ് ഉള്ളൂ. ദാറ്റ് ഈസ് അവർക്ക് ജീവിതശൈലി വെച്ച് ഈ ടാബ്ലറ്റുകൾ ഒഴിവാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കണം. ഇപ്പം ലോകം മുഴുവൻ മരുന്നുകൾ കൊടുത്ത് അല്ലെ ഇൻസുലിൻ എടുത്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലോകത്ത് മൊത്തമുള്ള ഒരു കാഴ്ചപ്പാട്. ഇപ്പം ഡോക്ടർമാരുടെ ഇടയിലും പേഷ്യൻസിൻ്റെ ഇടയിലും ഡോക്ടർ ഇപ്പോൾ അത് അങ്ങനെ ആയിപ്പോയല്ലോ. അപ്പം ഒരു 100 years ആയിട്ടുള്ളൂ ഇൻസുലിനും. ഈവൻ 100 years പോലും ആയില്ല ഇപ്പോഴത്തെ ഡയബറ്റീസ് മെഡിസിൻസ് എല്ലാം വന്നിട്ട്. ലാസ്റ്റ് 50 yearsലാണ് ഇത്ര അധികം മരുന്നുകളൊക്കെ വരുന്നത്. പക്ഷെ അതിൻ്റെ ഒപ്പം ഈ മരുന്നുകളുടെ റിസർച്ചിനൊപ്പം തന്നെ അല്ലാത്ത നമ്മളുടെ ബയോളജിയുടെ, നമ്മളുടെ മെറ്റബോളിസത്തെ കുറിച്ചുള്ള റിസർച്ച് നടക്കുന്നുണ്ട്. പക്ഷെ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പം ഈ നമ്മളുടെ മെറ്റബോളിസത്തെ കുറിച്ചോ നമ്മളുടെ ബയോളജിയെ കുറിച്ചോ ഹ്യൂമൻ ലൈഫ് സയൻസിനെ കുറിച്ചോ ഉള്ളതൊന്നും ഉപയോഗിക്കുന്നില്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിൽ. ആകെ മരുന്ന്, ഓപ്പറേഷൻ, ഇതിന് മാത്രമേ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പോൾ MBBS ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഫർദർ MD DM എല്ലാ കോഴ്സുകൾക്കും അതിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അവിടെയാണ് നമ്മളുടെ മോഡേൺ മെഡിസിനിൽ വന്നിരിക്കുന്ന ഒരു വലിയ അപാകതയും. ശരിക്കും ടൈപ്പ് 2 ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതും ഈ ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്ന മരുന്നുകളൊക്കെ അൺസയൻറ്റിഫിക്കാണ്. അത് ശരിക്കും ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പം നമ്മളുടെ മോഡേൺ മെഡിസിനിൽ വരുന്നുണ്ട്. പല മരുന്നുകളും അത്യാവശ്യമാണ്, ലൈഫ് സേവിങ് ആണ്. ഇൻസുലിൻ തന്നെ ലൈഫ് സേവിങ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റിനും. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമ്പം ഫാസ്റ്റ് ഷുഗർ കൺട്രോളിനും ഒക്കെ ആവശ്യമാണ്. പക്ഷേ ഈ ലോങ് ടൈം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അനാവശ്യമാണ്. ശരിക്കും സയൻറ്റിഫിക്കലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അൺസയൻറ്റിഫിക്കാണ്.
അടുത്ത ചോദ്യം ഒരു ഗ്രാനുലോമാറ്റസ് മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റിയാണ് ചോദ്യം. ബേസിക്കലി ഗ്രാനുലോമാറ്റസ് മാസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും പെട്ടെന്ന് ഒരു മുഴ പോലെ ബ്രസ്റ്റിൽ വരും. യൂഷ്വലി ലേഡീസിലൊക്കെ ഒരു യങ് ഏജിലാണ്, ഒരു 17 to 47 ആ ഒരു റിപ്രൊഡക്റ്റീവ് ഏജിലാണ് വരുന്നത്. അത് പെട്ടെന്ന് മുഴ വരും, വലിയ ഹാർഡ് മുഴയായിരിക്കും. അത് ക്യാൻസറുമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് വരും. അപ്പം അതിനൊരു ബയോപ്സിയിലാണ് അതിനകത്ത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അതിന് യൂഷ്വലി ക്യാൻസർ അല്ലെങ്കിൽ ട്യൂബർക്ലോസിസ്, ബ്രസ്റ്റിൻ്റെ ട്യൂബർക്ലോസിസ് ഒക്കെ ആണെന്നാണ് അതിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയിട്ട് വരുന്നത്. അപ്പം ബയോപ്സി എടുത്ത് ഇപ്പോൾ ഈ പേഷ്യൻ്റ് ഞാൻ കണ്ടിരുന്നു ആ ചോദ്യം. അപ്പോൾ ആ ബയോപ്സി എടുത്തപ്പോൾ അത് മാസ്റ്റൈറ്റിസ് എന്നുള്ള ഡയഗ്നോസിസ് വന്നിട്ടുണ്ട്. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതാണ് ഇപ്പം പറയുന്നത്. കാരണം മറ്റുള്ള ഇതൊന്നും അല്ല എന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും അങ്ങനെയാണ്. നമ്മൾ മറ്റുള്ള മുഴകളൊന്നും അല്ല എന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് കഴിയുമ്പം വരുന്ന ഒരു ഡയഗ്നോസിസ് ആണ് ഈ മാസ്റ്റൈറ്റിസ് എന്നുള്ളത്. അതിൽ ഇഡിയോപ്പതിക് ഗ്രാനുലോമാറ്റസ് മാസ്റ്റൈറ്റിസ് എന്ന് പറയും, IgM എന്ന് പറയും. ഈ IgMൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് സാധാരണ കൊടുക്കുന്ന സ്റ്റിറോയിഡ്സ് ആണ്, ഇമ്മ്യൂണോസപ്രസൻസ്. ഏത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനാണെങ്കിലും ഇമ്മ്യൂണോസപ്രസൻസ് ആണ് നമ്മൾ ട്രീറ്റ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ ഈ ഗ്രാനുലോമാറ്റസ് മാസ്റ്റൈറ്റിസ് എനിക്ക് അത് വളരെ റെയറാണ്, ഞാനത് ട്രീറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അല്ലാത്ത പല രീതിയിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്പിൾ സ്റ്റിറോയിഡ് മെഡിസിനുകളും അതുപോലെ ഇമ്മ്യൂണോസപ്രസൻസും എടുക്കുന്ന, പ്രത്യേകിച്ച് ആർത്രൈറ്റിസ്, സോറിയാസിസ്, സ്കിൻ ഡിസീസസ്, അങ്ങനെ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന പേഷ്യൻസിന് ഞാൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പീരിയൻസിന് ഞാൻ പറയാം, യൂഷ്വലി എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനും ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഇങ്ങനത്തെ ആൾക്കാരുടെ എല്ലാം ഈ പല മരുന്നുകളും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന അതിൽ നിന്നകത്ത് മാറി വരുന്നുണ്ട്. അപ്പം ഈ മറ്റേ IgMനാണെങ്കിലും അത് ആപ്ലിക്കബിൾ ആകാനാണ് സാധ്യത. വൈറ്റമിൻ ഡി എപ്പോഴും എല്ലാവരും കോമൺ ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞാൽ ഫാറ്റി ലിവറിന് സാധ്യത കൂടുതൽ ഉണ്ടോ? തീർച്ചയായും. നമുക്കൊരു 14 വൈറ്റമിൻസ് ആണ് നമുക്ക് ബോഡിക്ക് വേണ്ടത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കുറവ് വന്നാൽ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് വരുന്നത് ലിവറിനായിരിക്കും. കാരണം എന്ത് സാധനം ഉണ്ടാക്കാൻ അതായത് മെറ്റബോളിസത്തിൻ്റെ ഒരു അവശ്യ ഘടകമാണ് വൈറ്റമിൻ ഡി. ലിവറിൽ ഏകദേശം 500 ഐറ്റംസ് ആവശ്യം അനുസരിച്ച് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. നമ്മളുടെ ശരിക്കും പ്രൊഡക്ഷൻ ഫാക്ടറിയാണ് ലിവർ. അപ്പോൾ അതിനകത്ത് വൈറ്റമിൻ ഡിയുടെ കുറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ലിവറിന് ദോഷം വരും. കാരണം പ്രൊഡക്ഷൻ അവിടെ പ്രോപ്പറായിട്ട് നടക്കുകയല്ല, അതിൻ്റെ സ്ട്രെയിൻ വരുന്നത് ലിവറിനായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വൈറ്റമിൻ ഡിയുടെ മറ്റു ഒരു ന്യൂട്രീഷൻ്റെയും ഡെഫിഷ്യൻസി ഇല്ലാതെയും അതുപോലെ എക്സസ് ആകാതെയും കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഐഡിയലായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് രോഗം ഉണ്ടെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് ഇപ്പം നമ്മളൊരു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നില്ലാത്ത ഒരു 95% ആൾക്കാർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. കാരണം നമ്മൾ സൂര്യപ്രകാശം കാണുന്നില്ല, അതുകൊണ്ടായിരിക്കണം എല്ലാവർക്കും തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതൊരു ലോ ഡോസ് നമ്മൾ സപ്ലിമെൻ്റ് എടുത്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും. ഫാറ്റി ലിവർ മാത്രമല്ല, എല്ലാ സിസ്റ്റത്തെ ഇപ്പം നമ്മൾ ക്യാൻസർ പേഷ്യൻസിന് പോലും കാണുന്നുണ്ട്. മിക്കവാറും ക്യാൻസർ പേഷ്യൻസിന് ഞാൻ ചെക്ക് ചെയ്യുമ്പം വൈറ്റമിൻ ഡിയും കുറവായിരിക്കും, മറ്റ് പല വൈറ്റമിൻസിൻ്റെയും കുറവുണ്ടാവും. അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഏതെടുത്താലും വൈറ്റമിൻ ഡിയുടെയും അതുപോലെ മറ്റ് മൾട്ടിപ്പിൾ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ ഡെഫിഷ്യൻസി കാണാറുണ്ട്. അടുത്തൊരു ചോദ്യം, ഈ സലൈവറി ഗ്ലാൻഡ് സ്റ്റോൺ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ആൾക്ക് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്, COPD ഉണ്ട്, മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ അപ്പം ഇത്തരം മരുന്നുകൾ കഴിക്കുന്നവർക്ക് ഈ സ്റ്റോൺ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ യൂറിക് ആസിഡിൻ്റെ കൂടുതലുള്ളവർക്കും സ്റ്റോൺ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പലതരം മരുന്നുകളും നമ്മൾ കഴിക്കുമ്പം ഈ സലൈവറി ഗ്ലാൻഡ് സ്റ്റോൺ വളരെ കുറച്ചുകൂടി റെയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. അതുപോലെ യൂറിനറി സ്റ്റോണിനുള്ള പോസിബിലിറ്റിയും ഒത്തിരി കൂടുവാണ്. അപ്പം നമുക്ക് സലൈവറി സ്റ്റോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ അതിന് നമ്മളൊരു ഹോം റെമഡി പോലെ പറയും. നമ്മൾ ഈ പുളിയുള്ള എന്തെങ്കിലും നന്നായിട്ട് വെള്ളം കുടിക്കുക, പുളിയുള്ള സാധനങ്ങൾ കഴിക്കുക. അപ്പം കൂടുതൽ സലൈവറി സെക്രീഷൻ വരുമല്ലോ. അപ്പോൾ
അങ്ങനെ അത് പുറത്തേക്ക് പോകാനും പിന്നെ ചിലപ്പോൾ നമ്മൾ ഈ ഒന്നെങ്കിൽ ഒരു 3 മെയിൻ പരോട്ടിഡ് ഗ്ലാൻഡ് വരുന്നത് ഒന്ന് പരോട്ടിഡ് ഗ്ലാൻഡ് ഇവിടെ ഉള്ളതാണ്, പിന്നെ സബ് മാൻഡിബുലർ ഗ്ലാൻഡ് ഉണ്ട്, പിന്നെ സബ്ലിംഗൽ ഗ്ലാൻഡ്സ് ഉണ്ട്. അതിന് മൾട്ടിപ്പിൾ ഇതാണ്. അപ്പോൾ യൂഷ്വലി ഈ 2 ഗ്ലാൻഡുകളിൽ ഇപ്പോൾ 4 ഉണ്ടാകും. അതിൽ ഏതിലേലും ഡക്റ്റിലായിരിക്കും ബ്ലോക്ക് വരുമ്പോഴാണ് ഇത് വരാനുള്ള സാധ്യത വരുന്നത്. അപ്പോൾ അതിന് നമ്മൾ പെയിൻ ഉണ്ടെങ്കിൽ പെയിനിന് വേണ്ടിയിട്ട് പെയിൻ കില്ലർ എടുക്കുക, പിന്നെ ചൂട് വെച്ച് കൊടുക്കുക. ഇതൊക്കെയാണ് ഇമ്മീഡിയറ്റ് നമ്മൾ ഹോം റെമഡി പറയുന്നത്. പിന്നെ വെള്ളം നന്നായിട്ട് കുടിച്ച് ഇത് പുറത്തേക്ക് പോകാനായിട്ട്. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ മരുന്നുകൾ കഴിക്കുമ്പോൾ അതിനെ പുറത്തേക്ക് വിടണം. അപ്പോൾ പലപ്പോഴും ഒത്തിരി കാലമായിട്ട് ഇങ്ങനെയൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം കിഡ്നിക്ക് കുഴപ്പം വന്നിട്ടുണ്ടാവും. അപ്പോൾ കിഡ്നിക്ക് പ്രോബ്ലം ഉള്ളപ്പോൾ ഈവൻ സലൈവേ കൂടെ ഈ മരുന്നിനെ പുറത്തേക്ക് കളയാൻ, അല്ലെങ്കിൽ മരുന്നിൻ്റെ മെറ്റബോളൈറ്റ്സ് വേസ്റ്റ് മെറ്റീരിയലിനെ പുറത്തേക്ക് കളയാനായിട്ടുള്ളൊരു ശ്രമം നടക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ അടിയാനുള്ള സാധ്യത വരും. പിന്നെ യൂറിക് ആസിഡ് അടിഞ്ഞും അവിടെ ഇത് വരാം. അപ്പം നമ്മൾ അങ്ങനെ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നോക്കി കറക്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്നിൻ്റെ ഇഫക്റ്റ് ഇവിടെയും ഉണ്ടാവുന്നുണ്ടാവാം. ഓർ ഈവൻ നമുക്ക് ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിന് വേണ്ടിയാണല്ലോ ഈ മരുന്നൊക്കെ കഴിക്കുന്നത്. അപ്പം നമ്മുടെ സലൈവറി ഗ്ലാൻഡിനെയും ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ബാധിക്കുന്നുണ്ടാകും. ഇതൊക്കെ ആവാൻ കാരണം. അപ്പം ഡെഫിനറ്റ്ലി ഇതിനൊക്കെ ഈ ഓട്ടോഇമ്മ്യൂൺ മറ്റേ ആർത്രൈറ്റിസും അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ നമുക്ക് ജീവിതശൈലി കറക്റ്റ് ചെയ്ത് അതിൻ്റെ മരുന്നിൽ നിന്ന് മാറാൻ പറ്റുന്നതേ ഉള്ളൂ. അതിൻ്റെ മരുന്നിൽ നിന്ന് മാറുന്നത് തന്നെയാണ് ഈ സ്റ്റോണിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ടും വേണ്ടി വരുന്നത്. പക്ഷെ ഒത്തിരി വലിയ സ്റ്റോണാണെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെതായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ലിത്തോട്രിപ്സി, യൂറിനറി സ്റ്റോണ് അൾട്രാസൗണ്ട് ഇത് വെച്ച് പൊടിച്ച് കളയുന്നത് പോലെയൊക്കെയുള്ള അതിൻ്റെതായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷെ എന്താണേലും റെക്കറൻസ് വരാതിരിക്കണമെങ്കിൽ ജീവിതശൈലി കറക്റ്റ് ചെയ്യുകയും എന്തൊക്കെ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ അതിൽ നിന്ന് നമുക്ക് ഈ ക്രോണിക് ഡിസീസിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നുകൾ ശരിയായ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്താൽ മിക്കവാറും അതിനകത്തുനിന്ന് മാറാൻ പറ്റും. അതാണ് അതിന് വേണ്ട പരിഹാരം. വിഷയം ഇപ്പം ലൈഫ് സ്റ്റൈൽ രോഗങ്ങളും രോഗം മാറ്റാനാകാത്ത മരുന്നുകളും എന്നുള്ളതാണല്ലോ. പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് അവരുടെ രോഗം, അല്ലെങ്കിൽ പലർക്കും പല രോഗങ്ങളായിരിക്കും ഒരുമിച്ച്. ചിലർക്ക് ഏതെങ്കിലും ഒരു രോഗമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, പക്ഷേ വേറെ പലതും ഉണ്ടാവാം. പക്ഷെ അവർ അത് ശ്രദ്ധിക്കാതെയും പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജീവിതശൈലി രോഗം ആണോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? WHO ആണെങ്കിലും ഒരു ജീവിതശൈലി രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന രോഗങ്ങളിൽ 95% ജീവിതശൈലി രോഗമാണ്. അല്ലാത്തതെന്ന് പറയാനുള്ളത് ഇൻഫെക്ഷന്, ആക്സിഡൻറ്റ്, പിന്നെ കൺജനറ്റലി വരുന്ന കുട്ടികളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ കൺജനറ്റലി കുട്ടികളിൽ രോഗം ഉണ്ടാകാൻ തന്നെ കാരണം പേരൻസിൻ്റെ ജീവിതശൈലിയിൽ വന്ന അപാകതകൾ കാരണം ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ശരിയായ ന്യൂട്രീഷൻ കിട്ടാതെ വരികയോ അല്ലെങ്കിൽ ടോക്സിൻ എക്സ്പോഷർ വരുന്നത് കൊണ്ടാണ് കുഞ്ഞിന് രോഗം ഉണ്ടാകുന്നത്. ഈവൻ നമ്മൾ കാണുന്ന ADHD എന്നൊക്കെ പറയുന്നത് പോലെ ഓട്ടിസം, ADHD ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുഞ്ഞിൻ്റെ വളർച്ചയുടെ സമയത്ത് ബ്രെയിനിനെ ബാധിക്കുന്നതാണ്. അതുപോലെ കുട്ടികൾക്ക് ഹാർട്ടിൻ്റെ അസുഖം വരുന്നത്, വാൽവ് ഹാർട്ടിന് തുളവുണ്ട് അല്ലെങ്കിൽ വാൽവ് പ്രശ്നങ്ങൾ, അങ്ങനത്തെ ഇതെല്ലാത്തിൻ്റെയും കാരണം അമ്മയുടെ സമയത്ത് അമ്മയോ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും ഹെൽത്ത് കുഞ്ഞിൻ്റെ ഒരു കൺജന്റ് അബ്നോർമാലിറ്റി ആയിട്ട് വരാം. പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസ് എല്ലാത്തിനും ജീവിതശൈലി രോഗങ്ങളിൽ തന്നെയാണ് പെടുന്നത്. പിന്നെ മറ്റേ അലർജി, ആസ്മ, ആർത്രൈറ്റിസ്, ഓട്ടോഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത് ക്യാൻസർ, എല്ലാം ക്യാൻസറും ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ലൈഫ് സ്റ്റൈലിൻ്റെ പാർട്ടായിട്ട് തന്നെയാണ്. ലൈഫ് സ്റ്റൈലിൽ തെറ്റിപ്പോകും. നമ്മൾ അറിയാതെയോ വരുന്ന, അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ജെനറ്റിക്സുമായിട്ട് ചേരാത്ത ഫുഡായിരിക്കും നമ്മൾ കഴിക്കുന്നത്. നമ്മൾ അറിയുന്നില്ല, എല്ലാവരും കഴിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണെന്ന് കരുതും. ഓരോരുത്തരും കരുതും നമ്മൾ അവനവൻ. ശരിക്കും പലരും പറയാറുണ്ട്, ഡോക്ടർ ഞാൻ നോൺ വെജ് കഴിക്കുകയല്ല, ഞാൻ എല്ലാം കറക്റ്റായിട്ടാണ്, ഞാൻ ഡെയിലി യോഗ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്കെന്താ ഈ അസുഖം വരുന്നതെന്ന്. അപ്പം അതിനകത്തൊക്കെ നമ്മൾ അതിന് സയൻറ്റിഫിക്കലി അസസ് ചെയ്യുമ്പോഴാണ് അവർ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും സയൻറ്റിഫിക് ആവുന്നില്ല. ഇവൻ്റെ ചെയ്യുന്ന രീതികൾ ശരിയാവുന്നുണ്ടാവില്ല. അപ്പം അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കണ്ടുപിടിച്ച് എടുക്കുക എന്നുള്ളതാണ് വരുന്നത്. അപ്പം ജീവിതശൈലി രോഗം ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് AIയോട് നമ്മളൊന്ന് ഇതിൽ അടിച്ച് നോക്കിയാൽ മതി, ഇത് നമ്മളുടെ അസുഖം ജീവിതശൈലി രോഗത്തിലാണോ പെടുന്നതെന്ന് അറിയാനായിട്ട്. ഒരു ആശുപത്രിയിൽ ചെന്നാൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ മീറ്റ് ചെയ്താൽ നമ്മൾ സിംറ്റം ആണല്ലോ പറയുക, ഈ ലക്ഷണങ്ങളാണ് ഉള്ളത്. അപ്പം ലക്ഷണങ്ങൾ പറയുമ്പോൾ
സാധാരണഗതിയിൽ ഒരിക്കലും നമുക്ക് ഈ ലക്ഷണങ്ങളുടെ കാരണം ഏതെങ്കിലും രോഗമാണ് എന്നുള്ളതായിട്ടാണ് വരിക. പക്ഷേ രോഗത്തിൻ്റെ കാരണം എന്താണെന്ന് അതിലേക്ക് ഒരിക്കലും അങ്ങനെ കടക്കാറില്ലല്ലോ. അപ്പോൾ രോഗത്തിൻ്റെ കാരണം കടക്കാത്തതുകൊണ്ടാണോ പൊതുവെ ഇപ്പം ഒരു പേഷ്യൻ്റ് ഒരു ആശുപത്രിയിൽ ചെന്നാൽ അയാൾക്ക് ദാഹം കൂടുതലാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അസുഖം ഡയബറ്റീസ് ആണ്, അല്ലാതെ ആരും ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ല നിങ്ങളുടെ അസുഖത്തിൻ്റെ കാരണം ജീവിതശൈലി ആണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണോ ഈ പൊതുവെ ഈ തെറ്റിദ്ധാരണ? അതാണ് ഇന്നത്തെ നമ്മളുടെ മോഡേൺ മെഡിസിനിൽ വന്നിരിക്കുന്ന പ്രോബ്ലം. അതാണ്. അപ്പം നമ്മളൊരു നമുക്ക് മെഡിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ പോളിയൂറിയ, പോളിഡിപ്സിയ, എപ്പോഴും മൂത്രം പോകണമെന്ന് തോന്നും, എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കണം, വെള്ളം കുടിക്കണം, അതുപോലെ ഭയങ്കര ദാഹം, എപ്പോഴും മൂത്രം പോകണം, ഭയങ്കര വിശപ്പ്. ഇതാണ് നമ്മളൊരു അൺകൺട്രോൾഡ് ഡയബറ്റീസിൻ്റെ ലക്ഷണമാണ്. അതായത് ഷുഗർ ഒത്തിരി കൂടി ബ്ലഡിൽ 300 400 ഒക്കെ ആയിട്ട് നിൽക്കുന്നവരുടെ ഒരു ലക്ഷണമാണ് ഈ പറഞ്ഞത്. അപ്പോഴേക്കും ചിലപ്പം വെയിറ്റ് ഒക്കെ കുറയാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പം ഈ പോളിയൂറിയ, പോളിഡിപ്സിയ ആ ലെവലിലേക്ക് വരുമ്പോഴേക്കും പലർക്കും പെട്ടെന്ന് വെയിറ്റ് ലോസ് വരുന്ന പോലെ ആയിരിക്കും. ഇപ്പം നമ്മൾ ഡോക്ടറെ കണ്ടു, ഡയഗ്നോസ് ചെയ്ത ഷുഗർ കൂടുതലാണ്, അപ്പോൾ തന്നെ നമ്മൾ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങും. അത് നമ്മൾ ഇൻസുലിൻ ലെവൽ എന്താണെന്ന് നോക്കുന്നില്ല, ആർക്കും തന്നെ നോക്കാറില്ല. നമ്മൾ സാധാരണ ഒരു ഡോക്ടറും ഇൻസുലിൻ്റെ ലെവലോ അല്ലെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നവരുടെ ആണെങ്കിൽ C-peptide ലെവലോ ഒന്നും നോക്കുന്നില്ല. അപ്പം ശരിക്കും ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഒരു പേഷ്യൻ്റാണ്, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളത് തന്നെ ചെക്ക് ചെയ്യും. ഒന്നാമത് പാൻക്രിയാസിൻ്റെ കണ്ടീഷൻ അറിയണം ഷുഗർ ഉള്ളവരുടെ. അവരുടെ ഇൻസുലിൻ ലെവൽ എത്രയാണ്, ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, അവരുടെ C-peptide ലെവൽ എത്രയാണ്, അതുപോലെ അമൈലേസും ലൈപ്പേസും. പാൻക്രിയാസിൻ്റെ ഇൻസുലിൻ പ്രൊഡക്ഷനിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലാതെ അത് വേറെ പാൻക്രിയാറ്റിക് എൻസൈംസ് ഉണ്ടാക്കുന്നുണ്ട്, അവിടെ പ്രശ്നമുണ്ട്. അതായത് ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ്, പാൻക്രിയാസിന് നീർക്കെട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. പിന്നെ ഈ അസുഖം തന്നെ നമ്മുടെ കിഡ്നിയെ എത്ര അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ലിവറിനെ എത്ര അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഹാർട്ടിനെ എങ്ങനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു ദിവസം കൊണ്ടൊന്നും വന്നതല്ലല്ലോ ഈ 300 400 ഷുഗറിലേക്ക് വരുന്നത്. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ആ ഷുഗർ അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നിരിക്കണം. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളുടെ ബോഡിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷമായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ ഇൻസുലിൻ്റെ അളവ് തീരെ കുറവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം അത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണെന്ന്. അപ്പോൾ അങ്ങനെ ഉള്ളവർ പോലും ഇൻസുലിൻ്റെ അളവ് കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ഏർലി സ്റ്റേജിൽ ടൈപ്പ് 1 ഡയബറ്റീസ് കണ്ടുപിടിച്ചാൽ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ആ ഓട്ടോ ഇമ്മ്യൂൺ പ്രോസസ്സിനെ തന്നെ നമുക്ക് ബ്ലോക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയും പേഷ്യൻസ് കാണാറുണ്ട്. വരുമ്പം നമ്മൾ ഇൻസുലിൻ ലെവലും C-peptide ലെവലും ഒക്കെ വെരി ലോ ആയിരിക്കും. വെരി ലോ എന്ന് പറഞ്ഞാൽ തീരെ ഇല്ലെന്നായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒരു 50% നോർമൽ വേണ്ടതിൻ്റെ ഒരു 50% ഉണ്ടെങ്കിൽ നമുക്കത് തിരിച്ചു കൊണ്ടുവന്ന് അവരെ ഒരു ഇൻസുലിൻ ഡിപ്പെൻഡൻ്റ് അല്ലാതെ നമ്മൾ ഡയറ്റിൽ തന്നെ അവരുടെ ഷുഗർ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. അപ്പോൾ ആ ഒരു അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പം നമ്മൾ ഷുഗർ കൂടുതലാണെന്ന് കണ്ടു പോളിയൂറിയ, പോളിഡിപ്സിയ ഒക്കെ വിശപ്പും ദാഹവും ഒക്കെ പേഷ്യൻറ്റിൻ്റെ കംപ്ലയിൻ്റ്. അതിന് ഡോക്ടർ അതിന് ബ്ലഡിലൊരു പ്രശ്നം കണ്ടു, അതിന് ഷുഗറിനെ കുറയ്ക്കാൻ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഷുഗറിനെ കുറയ്ക്കാൻ മാത്രം അത് മരുന്ന് തന്നെ ഷുഗറിനെ കുറയ്ക്കാൻ നോക്കുന്നത് കറക്റ്റ് തന്നെ. പക്ഷേ അത് അത്യാവശ്യം ബോഡി ഇൻസുലിൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഷുഗറിനെ കുറയ്ക്കാൻ മരുന്ന് അല്ല, ഇൻസുലിൻ അല്ല അവിടെ ഉപയോഗിക്കേണ്ടത്. അവിടെ ഇമ്മീഡിയറ്റ്ലി ഒരു കൺട്രോളിന് വേണ്ടിയിട്ട് ചില പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, ഇമ്മീഡിയറ്റ് ഷുഗർ കൺട്രോളിന്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റ് വെച്ച് വേണം അത് കൺട്രോൾ ചെയ്യാൻ. ഏറ്റവും മനസ്സിലാവാതെ പോകുന്ന ജീവിതശൈലി രോഗമായിട്ട് പറയുന്നത് അമിതവണ്ണം എന്നാണ്, അല്ലെങ്കിൽ ശരീരത്തിൽ ഫാറ്റിൻ്റെ അളവ് വളരെ പെർസെൻറ്റേജ് കൂടുതലാവുന്നത്. അത് പക്ഷേ പലർക്കും മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയാൽ പോലും അതും അസുഖങ്ങളായിട്ടുള്ള കണക്ഷൻ മനസ്സിലാവാതെ പോകുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമിതവണ്ണം കാരണം ആണ് പല അസുഖങ്ങളും ഉണ്ടാവുക എന്ന് പറയുന്ന പോലെ ഈ മാക്സിമം പോയ വണ്ണം കുറയ്ക്കുന്ന കാര്യത്തിൽ അവസാനിക്കും. പക്ഷേ ശരിക്കും ഈ വണ്ണം കുറയ്ക്കുന്നതിൻ്റെ ആവശ്യം വരുന്നത് തന്നെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും അപാകത കൊണ്ടാണ് എന്നുള്ള രീതിയിലേക്ക് അങ്ങ് മാറാറില്ല.
വണ്ണം കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും മരുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് അന്വേഷണങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനായിട്ട് മരുന്നുകൾ കാണുന്നുണ്ട്. അപ്പം ഒരു വശത്ത് ജീവിതശൈലിയുടെ പ്രശ്നം കാരണം ഈ വണ്ണം വരുന്നു, ആ വണ്ണം കുറയ്ക്കാൻ വേണ്ടി മരുന്നുകൾ അന്വേഷിച്ച് നടക്കുന്നു. അപ്പം ശരിക്കും ഈ മെഡിക്കൽ പ്രാക്ടീസിൽ എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് കറക്റ്റായി വരാൻ സാധിക്കുക? ഏത് മരുന്ന് ഇപ്പം ഡയബറ്റീസിന് വേണ്ടി മരുന്ന് എടുത്തിരിക്കുന്ന ഒരു മരുന്നിൻ്റെ അതിൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഒരു ബ്രോഷർ ഉണ്ടാകും. ആ ബ്രോഷറിനകത്ത് നോക്കിയ പേഷ്യൻസിനും അവൈലബിൾ ആയിട്ടുള്ള അതാണ്. അതിനകത്ത് ആദ്യം എഴുതിയിരിക്കുന്നത് ഇതിൻ്റെ ഒപ്പം ജീവിതശൈലി, ഭക്ഷണവും എക്സസൈസും കറക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം ഉപയോഗിക്കാനായിട്ട് മാത്രമാണ് എന്നാണ്. ഇപ്പം ഇൻസുലിൻ മിക്സ്ഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സാധാരണ എടുക്കുന്ന ഇൻസുലിൻ ഉണ്ടല്ലോ, അതിൻ്റെ എടുത്ത് നോക്കിയാലും അതായിരിക്കും. ഏത് ഡയബറ്റിക് മെഡിസിൻ്റെ എടുത്ത് നോക്കിയാലും അതിൻ്റെ ജീവിതശൈലി ക്രമീകരിക്കുന്നതിനോടൊപ്പം സപ്പോർട്ടായിട്ട് ഉപയോഗിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന GLP-1 മരുന്നുകളെ കുറിച്ചുണ്ടല്ലോ, വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ള മരുന്ന്, വെയിറ്റ് കുറയ്ക്കാൻ, ഡയബറ്റീസ് കുറയ്ക്കാൻ, ഏറ്റവും വെയിറ്റ് കുറയ്ക്കാനെന്നും പറഞ്ഞാണ്. ഈ മരുന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രൂപ്പിലുള്ള മരുന്നുകൾ 1-2 മരുന്നാണ് അതിലുള്ളത്. അപ്പം അത് നമ്മൾ ബ്രെയിനിനെ ആക്ട് ചെയ്ത് വിശപ്പ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞ് ഗ്ലൂക്കഗോൺ, നമ്മളൊരു ഗ്ലൂക്കഗോൺ ലൈക്ക് ആക്ടിവിറ്റി, GLP-1 എന്ന് പറയുന്നതാണ് ഗ്ലൂക്കഗോൺ ലൈക്ക് ഇൻഹിബിറ്റർ. അതായത് നമ്മളുടെ ഇൻസുലിൻ്റെ തന്നെ വേറൊരു രീതിയിൽ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ഉള്ള ഒരു ഹോർമോണാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. അതായത് ഇൻസുലിൻ ഷുഗർ കുറയ്ക്കുമെങ്കിൽ ഗ്ലൂക്കഗോൺ ഷുഗർ കൂട്ടും. അതായത് നമുക്ക് വിശന്നിരിക്കുമ്പം, അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഇല്ലാതെ ഇരിക്കുമ്പം നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ ഗ്ലൂക്കഗോൺ ആണ് നമുക്ക് വന്ന് വേണ്ട ഗ്ലൂക്കോസ് തരേണ്ടത്. അപ്പം അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ഷനാണ് അതിനകത്ത് വരുന്നത്. അപ്പം ഈ മരുന്ന് നമ്മൾ എടുക്കുമ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശപ്പ് കുറയും. അതിന് ബ്രെയിനുമായിട്ടും ഒക്കെ ഉള്ള നമ്മുടെ ആപ്പറ്റൈറ്റ് സെൻറ്ററിനെയൊക്കെ കുറയ്ക്കും. അപ്പം നമ്മളുടെ വിശപ്പ് കുറയും. അതുകൊണ്ട് മാത്രമാണ് അപ്പം നമുക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഈ മരുന്നിൻ്റെ ആവശ്യം വരുന്നത്. പലപ്പോഴും ഓവറായിട്ട് നമ്മളുടെ ബോഡിയിൽ ഫാറ്റ് അടിഞ്ഞ് കഴിയുമ്പം ഈ നമ്മളുടെ വിശപ്പ് കൺട്രോളിൻ്റെ ഒക്കെ തെറ്റിപ്പോവും. അങ്ങനെയുള്ളപ്പോൾ ചിലർക്ക് ക്രേവിങ് ആയിരിക്കും, ഭയങ്കര കാർബോഹൈഡ്രേറ്റ് ക്രേവിങ് ആയിരിക്കും. അതായത് ഈ ഷുഗറി ആയിട്ടുള്ള സാധനം, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ചോറോ ചപ്പാത്തിയോ കഴിച്ചാലും മതി. അങ്ങനെയുള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ആയിട്ട് അതൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനം നമ്മൾ ഈ ഒത്തിരി 100-130 കിലോ ആയിട്ടല്ല അറിയേണ്ടത്. നമ്മളൊരു 10 കിലോ എങ്കിലും കൂടുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാൻ പറ്റണം. ഓരോരുത്തരും അവരവരുടെ മക്കളുടെ കാര്യത്തിലും അവനവൻ്റെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും ഒക്കെ ഒരു 5-10 കിലോ കൂടുമ്പോൾ തന്നെ അറിഞ്ഞാൽ നമ്മൾ തന്നെ നോക്കി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഒത്തിരി കൂടിപ്പോയാൽ നമുക്ക് വീണ്ടും കൊഴുപ്പ് ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ച് നമുക്ക് വിശപ്പ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം അതുപോലെ നമ്മുടെ മസിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ മസിലും ബോണും കൊഴുപ്പും ഈ കാര്യങ്ങളുടെ ഒരു കോമ്പോസിഷൻ കറക്റ്റായിട്ട് നിൽക്കുമ്പോഴാണ് നമ്മൾ ഹെൽത്തി ആകുന്നത്. ആ മെറ്റബോളിസം നമ്മുടെ ബോഡി കോമ്പോസിഷൻ തെറ്റുമ്പോൾ നമ്മൾ രോഗിയായി മാറും. അപ്പം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യേണ്ടത്. പലരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അസുഖം വന്ന് ഏതെങ്കിലും മറ്റേ ലക്ഷണങ്ങളൊക്കെ വന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പ്രോബ്ലം ഉണ്ട്, ശരി, ഡയബറ്റീസോ കിഡ്നിയോ അല്ലെങ്കിൽ ലിവറോ ഹാർട്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെന്ന്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ പിന്നെ പൊതുവെ ഇപ്പം എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഫിംഗർ ടിപ്സിൽ കിട്ടും. ഈ AI-യും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം നോക്കി മനസ്സിലാക്കി സ്വയം കറക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പലർക്കും ഉള്ള വിചാരം. അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിൽ ഡോക്ടറിന് എന്താണ് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് ഈ ക്ലിനിക്കൽ ആയിട്ട് ഉള്ള ഒരു സൂപ്പർവിഷനിൽ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആവശ്യം വരിക? നമ്മൾ സ്വയം ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാവുന്ന കാര്യങ്ങളാണ് ഡെഫിനറ്റ്ലി. അത് നമ്മളൊരു റീസണബിൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ
ഞാനൊരു പേഷ്യൻറ്റിൻ്റെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഇത് ഒരു 59 വയസ്സുള്ള ഒരു പേഷ്യൻ്റ് എന്ന് ഇമാജിൻ, ഒരു 59 വയസ്സുള്ള ഒരു മെയിലാണ്. 172 സെൻറ്റിമീറ്റർ പൊക്കമുണ്ട്, 69 കിലോയാണ് തൂക്കം. ഒത്തിരി ഓവർ വെയ്റ്റ് ഒന്നുമില്ല, പക്ഷേ അദ്ദേഹത്തിന് കുടവയറ് നന്നായിട്ടുണ്ട്. ഓവർ വെയ്റ്റ് ഇല്ലെങ്കിലും നന്നായിട്ട് കുടവയറുണ്ട്. അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം ആൻജിയോഗ്രാം ചെയ്തു. അഡ്വൈസ് സ്റ്റെൻറ്റ് ഇടാൻ പറഞ്ഞു. ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഡയബറ്റിക്കാണ്, ഹൈപ്പർ ടെൻഷനുണ്ട്, അതിനൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ പിന്നെ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കിഡ്നിക്കാണെങ്കിലും ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് കണ്ടു. കിഡ്നിക്ക് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഡയബറ്റിസ്. ഇവിടെ വന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പം അവരോട് സ്റ്റെൻറ്റ് ഇടാൻ പറഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ മക്കൾ നോക്കി കണ്ടുപിടിച്ച് നമ്മളിങ്ങനെ ഒരു ഓപ്ഷനുണ്ട്, ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഇവിടെ വരാനുള്ള കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ വളരെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടുപിടിക്കാനൊക്കെ അറിയാവുന്നതാണ്. അദ്ദേഹം ആണെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ AI അടുത്ത് അല്ലെങ്കിൽ ജെമിനിയുടെ അടുത്തോ ChatGPT അടുത്തോ ചോദിച്ചു കഴിഞ്ഞാലും ഇപ്പം സ്റ്റെൻറ്റ് ഇടുന്നതും ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനും, അപ്പം നമ്മളുടെ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ഇതിന് വരുന്ന CSLC ക്യാപ്പ് എന്നാണ്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വിത്ത് സെൽ ആക്ടിവേഷൻ പ്രോട്ടോക്കോൾ. ഇതിനെ കമ്പയർ ചെയ്ത് റിസൾട്ട് പറയാൻ പറഞ്ഞാൽ പോലും അവർ ആ ChatGPT പോലും അത് ചെയ്തു തരും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. കുറേയധികം മരുന്നുകളുണ്ട്, ഒരു 10-12ഓളം മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഡയബറ്റീസിനുണ്ട്, കൊളസ്ട്രോളിനുണ്ട്, BP-ക്കുണ്ട്, ഷുഗറിനുണ്ട്, ഇപ്പോൾ പിന്നെ ഹാർട്ടിന് വേണ്ടിയിട്ടും കുറച്ച് മരുന്നുകളുണ്ട്. അപ്പം മൾട്ടിപ്പിൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്നാലും HbA1c 10.2-ലാണ് നിൽക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിന് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പം ഇൻസുലിൻ ലെവല് നോർമലായിട്ടുണ്ട്, 16.3 ഉണ്ട്, ആവശ്യത്തിനുണ്ട്. ശരിക്കും ഇൻസുലിൻ പ്ലൻറ്റി ഇനഫാണ്. അപ്പം ഈ അതിൻ്റെ ഒപ്പം തന്നെ പാൻക്രിയാസിന് നീർക്കെട്ടുമുണ്ട്, ലൈപ്പേസും കൂടുതലാണ്. SGFR 72 ഉള്ളൂ. കിഡ്നിയും ഫങ്ഷനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. മൂത്രത്തിൽ കൂടെ ആൽബുമിൻ പോകുന്നുണ്ട്, അത് സാധാരണ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഉള്ളതാണ്. പിന്നെ ഹാർട്ടിൻ്റെ മാർക്കേഴ്സും HSCRP, ഹോമോസിസ്റ്റീൻ ഒക്കെ കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പം ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ഡയബറ്റീസിൻ്റെ എല്ലാ മരുന്നും നിർത്തിയിട്ടാണ്. കാരണം നമ്മൾ ഒരു ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കൊടുക്കുമ്പം ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തലകറക്കം വരും, അതായത് ഗ്ലൂക്കോസ് കുറഞ്ഞു പോകും. അപ്പം പക്ഷേ ഒരു വൈകുന്നേരം ആയപ്പോഴേക്കും തന്നെ അദ്ദേഹത്തിൻ്റെ ഷുഗർ ഒട്ടും പിന്നെ കൂടിയിട്ടേ ഇല്ല, വളരെ നോർമലായിട്ടാണ് നിൽക്കുന്നത്. ഈ 10.2 ഉള്ള ആൾ അന്ന് ഡയബറ്റീസിൻ്റെ സർവ്വ മരുന്നും നിർത്തിയിട്ടും 90 ഡേയ്സ് ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ HbA1c 6.23-ലെത്തി. അപ്പം അതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. വിതിൻ 30 ബാക്കിയുള്ള മരുന്നുകളാണെങ്കിലും അദ്ദേഹം 90 ഡേയ്സ് ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആകെ എക്കോസ്പിരിൻ മാത്രം ഓൾട്ടർനേറ്റ് ഡേയ്സും ഐറ്റോർ എന്നുള്ള ഈ സ്റ്റാറ്റിൻ ഗുളികയും ഓൾട്ടർനേറ്റ് ഡേയ്സ് കഴിക്കുന്നേ ഉള്ളൂ, വേറൊരു മരുന്നും ഇല്ലെന്നായി. അപ്പം 90 ഡേയ്സ് ആയപ്പോഴേക്കും അദ്ദേഹത്തിന് സ്പീഡിൽ നടന്നാൽ പോലും ഒരു കുഴപ്പമില്ല, അദ്ദേഹത്തിന് പഴയ ചെറുപ്പകാലത്തെ എനർജിയിലേക്ക് പോകാൻ പറ്റിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതാണ് ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈവൻ ബയോളജിക്കൽ ഏജും കൂടെ നോക്കും, ബോഡി ഏജ് നമ്മുടെ ക്രോണോളജിക്കൽ ഏജിനേക്കാളും അദ്ദേഹത്തിന് 60 വയസ്സുള്ള ആൾ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും 90 ഡേയ്സ് ആയപ്പോഴേക്കും 43-ലേക്ക് എത്താൻ പറ്റിയെന്നുള്ളതാണ്. അപ്പം അത്ര ആ ബയോളജിക്കൽ ഏജും കൂടെ കുറയുകയാണ്. നമുക്ക് ആ ഫീലിംഗ് മാത്രമല്ല, നമ്മളെ എനർജിയും ചെറുപ്പത്തിൻ്റെ ആ തോന്നലും വരും, അതിനൊപ്പം തന്നെ അത് ബോഡിയിലും ആ ചേഞ്ച് കാണിക്കും എന്നുള്ളതാണ്. ആ ആൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് ഇങ്ങനെ ജീവിതശൈലി തിരുത്തി ഈ പറയുന്ന റിസൾട്ട്സിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഉള്ളപ്പോൾ നമ്മളൊരു ബൈപ്പാസ് വേണമെന്നോ അല്ലെങ്കിൽ സ്റ്റെൻറ്റ് ഇടണമെന്നോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡയബറ്റിക് പേഷ്യൻസിന് ഒന്നും സ്വയം നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതിന് സപ്പോർട്ട് തന്നെ വേണം. അപ്പോൾ അത് നമ്മൾ നമ്മൾ ഒരു ദിവസം മരുന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗറൊക്കെ ഷൂട്ടപ്പ് ചെയ്യും, നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോകും. ഇത് നമ്മൾ മരുന്ന് നിർത്തുന്നത് നമ്മൾക്ക് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് പേഷ്യൻ്റ് പറയുന്ന പോലെ ചെയ്യുന്നുണ്ടെന്ന്. അത് നമ്മൾ ഡിസ്റ്റൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ അഡ്മിറ്റ് ചെയ്യണമെന്ന് പോലും ഇല്ല ഈ പേഷ്യൻസിനെ ഒന്നും. നമ്മൾ യൂഷ്വലി നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ട് കിടത്തിക്കൊണ്ടൊന്നും അല്ല നോക്കുന്നത്, പക്ഷേ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിജിറ്റലായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടാണ്.
അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഒക്കെ പറഞ്ഞു കൊടുത്ത് ഒരു ദിവസം ട്രെയിനിങ് ഒക്കെ പറഞ്ഞു കൊടുത്ത് നാളെ മുതൽ അവർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നാളെ തന്നെ അവരുടെ ഷുഗർ കുറയുന്നുണ്ടോ എന്ന് അവരെങ്ങനെയാണെന്നുള്ളത് വിളിച്ചറിയിക്കണം. അവരുടെ ചാർട്ട് അയക്കണം. നമ്മളൊരു ഹോസ്പിറ്റലിൽ കിടന്ന് ചെയ്യുന്നതിനേക്കാളും മെറ്റിക്കുലസ് ആയിട്ടുള്ളൊരു ഫോളോ അപ്പ് സിസ്റ്റം വെച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഷുഗർ കൂടിയിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് സ്പെഷ്യൽ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ചിലപ്പം ക്രേവിങ് ഒക്കെ വരുമല്ലോ, എന്തെങ്കിലും കുറച്ച് കാർബൊക്കെ കഴിക്കണം. ചിലപ്പോൾ 2-3 ദിവസം ആകുമ്പോഴേക്കും നമുക്കൊരു ക്ഷീണമോ ക്രേവിങ് ഒക്കെ വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എന്ത് വേണേലും കഴിക്കാവുന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ കൺട്രോൾ ചെയ്താലും ആഴ്ചയിൽ 1 or 2 ഡേയ്സ് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും കർബോ മധുരമോ എന്ത് വേണേലും കഴിച്ചോളാൻ പറയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഷുഗർ കൂടി പോകാതിരിക്കാനായിട്ട് സ്പെഷ്യൽ സപ്പോർട്ട് മെഡിസിൻസും ഉണ്ട്. അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ എക്സസൈസ് പാറ്റേൺ ഉണ്ട്. ഈവൻ ആർത്രൈറ്റിസ് ഒക്കെ പോലെയുള്ളവർക്ക് പോലും ചെയ്യാവുന്ന, ബെഡിൽ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന, അതായത് രോഗികൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള, രോഗികളല്ലാത്തവർക്കും, രോഗികൾക്ക് ചെയ്യാമെങ്കിൽ പിന്നെ അല്ലാത്തവർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സസൈസ് പാറ്റേൺ എല്ലാം വെച്ചോണ്ടാണ്. അല്ല നമ്മൾ ജസ്റ്റ് അൺസയൻറ്റിഫിക് ആയിട്ട് അല്ലാതെ ഇങ്ങനെ ജസ്റ്റ് അങ്ങ് പറഞ്ഞു കൊടുക്കും അങ്ങ് നിർത്തിക്കുമെന്ന് പറയുകയല്ല ചെയ്യുന്നത്. അതായത് മരുന്നും കഴിക്കേണ്ട, ലൈഫ് സ്റ്റൈലും കറക്റ്റ് ചെയ്യേണ്ട. മരുന്ന് കഴിച്ചാൽ മരുന്ന് കൊണ്ട് സൈഡ് ഇഫക്റ്റ് വരും, അതുകൊണ്ട് കഴിക്കേണ്ട എന്നല്ല. മരുന്ന് കഴിക്കാതെ തന്നെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി പേഷ്യൻറ്റിന് വരുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അവരെ അതിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ CSLC ക്യാപ് ട്രീറ്റ്മെൻറ്റിൻ്റെ തന്നെ ഉദ്ദേശം. BP എന്ന് പറയുന്നത് ഇപ്പം വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പം BP ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടായിരിക്കാം, എന്നാലും വളരെ കോമൺ ആണ്. അതേസമയം ഈ BP കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളും BP കാരണമാണ് എന്നുള്ളതാണ്. അതേസമയം BP മാനേജ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പല മരുന്നുകൾ ഇങ്ങനെ മാറി മാറി ചെയ്യുന്ന കൂട്ടവും, മരുന്നുകളുടെ എണ്ണം പതുക്കെ കൂടി വരുന്നതും, ടാബ്ലറ്റ് ചിലപ്പോൾ ഒന്നായിരിക്കും, പക്ഷേ ആ ടാബ്ലറ്റിൻ്റെ ഉള്ളിൽ പല മരുന്നായിരിക്കും. അങ്ങനെ ഉള്ള ഒരു ഇഷ്യൂ ഒക്കെ വരുന്നതുകൊണ്ട് പൊതുവെയുള്ള ധാരണ BP വൺസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ അത് തിരിച്ചാക്കാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഈ ജീവിതശൈലിയായിട്ട് എത്രമാത്രം അത് സാധിക്കുന്നതാണ്? BP ഡയബറ്റിസ് പോലെ തന്നെയാണ് BPയും നമ്മളുടെ ഹോർമോണൽ ഇംബാലൻസ്. BPയെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺസ് ആണ്. അപ്പോൾ ഈ ഹോർമോണൽ ഇംബാലൻസ് ആണ് BPക്ക് കാരണം. അപ്പം നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് കുറച്ച് ദിവസത്തിനുള്ളിൽ ഡെഫിനറ്റ്ലി BPയും കൂടാൻ തുടങ്ങും. ഒരു സൈക്കിളാണ്. അതിന് പറയുന്നത് മെറ്റബോളിക് സിൻഡ്രോം എന്നാണ്. ഒബേസിറ്റി ഉണ്ടാവും, ഡയബറ്റിസ് വരും. ചിലപ്പോൾ ആദ്യം ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡയബറ്റിസ് ആയിരിക്കും വരുന്നത്. പിന്നെ അതിൻ്റെ ആക്സസറി ആയിട്ട് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഫാറ്റി ലിവർ, ഹാർട്ടിൽ ബ്ലോക്ക്, അങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പം നമ്മൾ കരുതുന്നത് നമ്മൾ ഈ ഡയബറ്റിസ് കറക്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ BP ഉള്ള ആൾക്ക് BPയും കറക്റ്റ് ആകും. അത് ഞാൻ ബേസിക്കലി ഒരു പേഷ്യൻറ്റിൻ്റെ തന്നെ എക്സാമ്പിൾ പറയാം. ഇദ്ദേഹമാണെങ്കിൽ ഒരു 63 വയസ്സുള്ള മെയിലാണ്, 172 സെൻറ്റിമീറ്റർ പൊക്കം, 84 കിലോ ഉണ്ട് തൂക്കം. അദ്ദേഹത്തിന് 20 വർഷമായിട്ട് ഡയബറ്റിസ് ഉണ്ട്. ഹൈപ്പർ ടെൻഷന് വേണ്ടിയിട്ട് 15 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ഹാർട്ടിൽ ഒരു ഹാർട്ട് ഡിസീസ് ഉണ്ട്, ഒരു സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്. അത് 2000. പിന്നെ കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഫ്രോസൺ ഷോൾഡർ ഉണ്ട്, ജോയിൻറ്റ് പ്രശ്നങ്ങൾ, ഫാറ്റി ലിവർ ഉണ്ട്, ഭയങ്കര സ്ലീപ്പിയാണ്, ടയേർഡാണ്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലം ഉണ്ട്. അദ്ദേഹം കഴിക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BPക്ക് വേണ്ടിയിട്ട് തന്നെ അമിലോഗാർഡ് കഴിക്കുന്നുണ്ട്, നിബികാർഡ് കഴിക്കുന്നുണ്ട്, നെബിബിലോള്, പിന്നെ വാൾസാർട്ടാൻ കഴിക്കുന്നുണ്ട്. അപ്പം ഇത്രയധികം മരുന്നുകൾ BPക്ക് വേണ്ടി കഴിക്കുന്നുണ്ട്. അതുകൂടാതെ ബ്ലഡ് തിന്നർ കഴിക്കുന്നുണ്ട്. പിന്നെ റോസ്വാസ്റ്റാറ്റിൻ കഴിക്കുന്നുണ്ട് 20 മില്ലിഗ്രാം. പിന്നെ ഷുഗറിന് വേണ്ടിയിട്ടാണ് ജാർഡൻ, എപ്പാഗ്ലിഫ്ലോസിന്, പിന്നെ സെമാഗ്ലൂട്ടൈഡ് ടാബ്ലറ്റ്. സെമാഗ്ലൂട്ടൈഡിൻ്റെ ഇഞ്ചക്ഷനും ഉണ്ട്, ടാബ്ലറ്റും ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ടാബ്ലറ്റാണ്, അതൊരു വെരി കോസ്റ്റ്ലി ടാബ്ലറ്റാണ്. മെഡിക്കേഷൻ അതിൻ്റെ ടാബ്ലറ്റ് ഫോമിൽ വരുമ്പോഴും അത് കോസ്റ്റ്ലിയാണ്. അതും കഴിക്കുന്നുണ്ട്. ഗ്ലൈമിപ്രൈഡ് ഉണ്ട്, മെറ്റ്ഫോമിൻ ഉണ്ട്.
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 4 ഗുളികകൾ അതിനു വേണ്ടിയും കഴിക്കുന്നുണ്ട്. അപ്പം ഈ പേഷ്യൻറ്റിൻ്റെ നമ്മൾ ഇപ്പം ഇതേപോലെ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇൻസുലിൻ ലെവൽ നോക്കി നോർമലാണ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഡയബറ്റീസിൻ്റെ മരുന്നുകളൊക്കെ നിർത്തി. ഇതിൻ സെക്കൻഡ് ഡേ ആയപ്പം ഈവനിങ്ങോ നെക്സ്റ്റ് ഡേ ആയപ്പോൾ തന്നെ ഷുഗർ നോർമലാണ്. മരുന്നില്ലാതെ തന്നെ ഷുഗർ നോർമലാണ്. ആകെ എന്തെങ്കിലും തെറ്റിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും. അന്നേരം നമ്മൾ കഴിക്കാനായിട്ട് ഗുളികയും അതിനുള്ള നമ്മൾ യൂറിനിൽ കൂടെ, അതായത് നമ്മുടെ ദേഹത്ത് കയറി പിടിക്കാതെ യൂറിനിൽ കൂടെ എക്സസ് ആയിട്ടുള്ള ഷുഗറിനെ വിടാനുള്ള മെഡിസിൻസ് ഉണ്ട്. അതാണ് നമ്മൾ യൂഷ്വലി കൊടുക്കാറ്. അതും അങ്ങനെയുള്ള മരുന്ന് നമുക്ക് ടോട്ടലി സേഫ് അല്ല. വൺസ് ഇൻ എ വൈലൊക്കെ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ മാത്രം എടുക്കാനായിട്ട് കൊടുക്കും. അപ്പം ഇതിന് ഒരു വിതിൻ 2 months ആയപ്പോഴേക്കും, അദ്ദേഹത്തിന് 3 months വന്നിട്ടില്ല, 2 months ആയപ്പോഴേക്കും തന്നെ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് ഓൾമോസ്റ്റ് 10 kg കുറഞ്ഞു. 83-84 ഉണ്ടായിരുന്നത് 75.4 വന്നു. അപ്പം അപ്പോഴേക്കും എല്ലാ മരുന്നും യൂഷ്വലി നമ്മളുടെ ഈ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കഴിയുന്നതും ഫസ്റ്റ് 30 days ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ ഇങ്ങനെ തന്നെ എല്ലാം മരുന്ന് കറക്റ്റായിട്ട് നോക്കുന്ന ഒരു പേഷ്യൻ്റാണ്. 30 days ആകുമ്പോഴേക്കും തന്നെ മരുന്നുകൾ ടേപ്പർ ഓഫ് ചെയ്ത് കൺട്രോളാക്കി. പിന്നെ എപ്പോഴെങ്കിലും കൂടിയാൽ, ഇപ്പോൾ BP എപ്പോഴെങ്കിലും കൂടിയാൽ കഴിക്കാൻ ഏത് മരുന്നാണ് എടുക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഷുഗർ ആണെങ്കിൽ കൂടിയാൽ കഴിക്കാനുള്ളത്. അപ്പോൾ കൊളസ്ട്രോൾ ആണെങ്കിൽ മിക്കവാറും പേർക്ക് നിർത്താൻ പറ്റും. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സോ വീക്ക്ലി ട്വൈസോ ഒക്കെ ആയിട്ട് ഏറ്റവും ലോവസ്റ്റ് ഡോസ് 5 mg ഒക്കെ കഴിക്കുക. ഇതാണ് യൂഷ്വൽ ഒരു പാറ്റേൺ വരുന്നത്. ലൈഫ് സ്റ്റൈൽ ജീവിതശൈലി രോഗങ്ങളെ പറ്റി പറയുമ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഇപ്പോൾ ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, ആമവാദം അങ്ങനത്തെ കേസുകളിലൊക്കെ ശരിക്കും അത് വന്ന് പിടിപെട്ടാൽ പിന്നെ ഈ പറഞ്ഞ പോലെ പെയിനും പിന്നെ മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷനും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരുമല്ലോ. അപ്പോൾ ആ വേദനയും ഈ നമ്മുടെ ഫിസിക്കൽ റെസ്ട്രിക്ഷനും അങ്ങനത്തെയൊക്കെ സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതശൈലി എങ്ങനെയാണ്, നമുക്ക് ഏത് രീതിയിലാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അത് വെച്ച് എന്ത് ഗുണമാണ് കിട്ടാൻ സാധ്യത? റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ജീവിതശൈലി വെച്ച് നമ്മൾ ഈ HCQ, സ്റ്റിറോയിഡ്സ്, MMF, പിന്നെ മെത്തോട്രെക്സെറ്റ്, ഇത്തരം മരുന്നുകളൊക്കെയാണ്. ഇങ്ങനെ 3, 4, 5 മരുന്നുള്ളവർക്ക് പോലും നമ്മൾ ആ മരുന്നുകൾ കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് നിർത്താൻ പറ്റാറുണ്ട്. ഈവൻ ജോയിൻ്റൊക്കെ, ഇപ്പം ഇന്ന് ഞാൻ ഫോളോ അപ്പിന് വന്ന ഒരു പേഷ്യൻ്റ്, അവരുടെ കൈയൊക്കെ തീരെ ഡിഫോംഡായി കാര്യമായിട്ടൊന്നും കൈവച്ചൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിലയിൽ വന്നിരുന്നൊരു പേഷ്യൻ്റാണ്. ഇപ്പോൾ 30 days ആയപ്പോഴേക്കും അവർക്ക് വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഡിഫോമിറ്റി എല്ലാം മാറിയെന്നല്ല, പക്ഷെ അവരുടെ വേദനകൾ മാറി, ഡിസ്കംഫോർട്ടുകളിലേക്ക് മാറി. മരുന്നുകളെല്ലാം കംപ്ലീറ്റ് നിർത്തിയിട്ടില്ല, മരുന്നുകൾ കുറച്ചുകൊണ്ട് വരുന്നതേ ഉള്ളൂ. കാരണം ഇത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റാണ്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഒട്ടും മരുന്നും കൊടുക്കുകയില്ലെന്നും ഇല്ല. നമ്മൾ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള മരുന്ന്, പെയിൻ കില്ലേഴ്സ് ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ്. പക്ഷേ വിതിൻ 2 or 3 months കൊണ്ട് എല്ലാ മരുന്നുകളും ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ അതാണ് വരുന്നത്. ഇതിലാണെങ്കിലും ഞാനൊരു പേഷ്യൻ്റ് എക്സാമ്പിളും കൂടെ പറയാം. ഇത് ഒരു വളരെ യങ് ആയിട്ടുള്ള ലേഡിയാണ്, 39 years ഉള്ളൂ. അവരുടെ ആർത്രൈറ്റിസ് 3 വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. 2021 തൈറോയ്ഡ് 2015, അതും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. അത് 2015 തുടങ്ങി. ആർത്രൈറ്റിസ് 2021 തുടങ്ങി. മൈഗ്രെയിൻ ഉണ്ട്, വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉണ്ട്, അതും വളരെ നേരത്തെ തുടങ്ങി. ഇതുകൂടാതെ അവർ സൈക്കാട്രിക് മെഡിസിനും സ്ട്രോങ് ആയിട്ടുള്ള, വളരെ വെരി ആക്റ്റീവായിട്ടുള്ള പേഴ്സണാണ്. പക്ഷേ അവർക്ക് വർക്കും ഒക്കെ ചെയ്യണമെങ്കിൽ അവർ മെനി സൈക്കാട്രിക് മെഡിസിൻസും ഇവരെടുക്കുന്ന മരുന്നുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്യുട്രാറ്റിമോൾ എന്ന് പറഞ്ഞാൽ അതും ഒരു പ്രെഡ്മെറ്റ്, ലെഫ്നോ, ഇതൊക്കെ ലെഫ്ലനോമൈഡ്, അതൊക്കെ ആർത്രൈറ്റിസിന് വേണ്ടി എടുക്കുന്നതാണ്. പിന്നെ അതിന് ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് മരുന്ന് എടുക്കുന്നുണ്ട്, തൈറോക്സിൻ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പിന്നെ ലിത്തോസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷന് വേണ്ടിയിട്ട് മൂഡ് സ്റ്റെബിലൈസറൊക്കെയാണ്. അത് സൈക്കാട്രിക് മെഡിസിനാണ്.
അപ്പം അങ്ങനെ നെക്സിറ്റോ അങ്ങനെ നെക്സിറ്റോ വേറൊരു എസിറ്റലോപ്രാൻ അതും സൈക്കാട്രിക് മെഡിസിനാണ്. ഈ മരുന്നുകളെല്ലാം എടുത്തിരുന്ന പേഷ്യൻ്റാണ്. അവർക്കും ഒബേസിറ്റി ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ പേഷ്യൻ്റ് വളരെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് 166 സെൻറ്റിമീറ്റർ 80 kg ആയിരുന്നു. അപ്പോൾ അവർ പതുക്കെ ആക്ച്വലി ലാസ്റ്റ് അവർ റിവ്യൂവിന് വരുമ്പം ഇറ്റ്സ് ഓൾമോസ്റ്റ് 1 year ആയപ്പോഴേക്കും അവർ ഒരു 3 months കഴിഞ്ഞപ്പോഴേക്കും എല്ലാ മരുന്നുകളിൽ നിന്നും മാറി 1 year ആയപ്പോഴേക്കും 80 കിലോ ഉണ്ടായിരുന്ന ആൾ 55 കിലോയിലേക്ക് വന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്ത് വ്യത്യാസമായിരിക്കും ആ പേഴ്സണ് തന്നെ വരുന്നത്. അപ്പം അത്ര അത് മറ്റിക്കുലസ് ആയിട്ട് നോക്കിയ പേഷ്യൻ്റാണ്. പലരും എന്താണെന്ന് പറയുമ്പോൾ ഡോക്ടറെ 65 കിലോ ആകുമ്പോൾ പറയൂ എല്ലാവരും പറഞ്ഞു ക്ഷീണിച്ചു പോയി, അതുകൊണ്ട് ഇനി നീ ഇത്രയും കുറയ്ക്കണമെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇവരുടെ ഹസ്ബൻഡും വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നത് എൻകറേജിങ് ആയിരുന്നു. അപ്പം അവർ ആ വെയിറ്റ് കുറഞ്ഞു വന്ന് അവർ ബേസിക്കലി അവർ വരുമ്പോൾ അവർക്ക് 39 വയസ്സും 58 ആക്സിലറേറ്റഡ് ഏജിങ് ഉണ്ടായിരുന്നു. 58 വയസ്സായിരുന്നു. അത് കുറഞ്ഞ് അവരുടെ ലാസ്റ്റ് വന്നപ്പോഴേക്കും അവരുടെ 39 അപ്പോഴേക്കും അവർക്ക് 40 തുടങ്ങുമ്പോൾ 39 അപ്പോൾ അവരുടെ റിയൽ ഏജിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റി. 1 year ആയപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തപ്പം 39 years, അവർ 40 years ആ കറക്റ്റ് ബോഡി ഏജ് പോലും കറക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ വരുന്ന ആളെ കാണുമ്പോൾ വരുന്ന ഡിഫറൻസും അവരുടെ പേഴ്സണാലിറ്റിയിലും അവരുടെ കോൺഫിഡൻസ് ലെവലും ഒക്കെ വളരെ വ്യത്യാസം വരും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മുടെ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഈ ആമവാദത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ പൊതുവെ കാണുന്നത് പക്ഷേ പേഷ്യൻസ് ഇങ്ങനെ കാലക്രമേണ വെയിറ്റ് കൂടി വരുന്ന പോലെയാണല്ലോ, അതെന്തുകൊണ്ടാണ്? സ്റ്റിറോയിഡ്സിൻ്റെ ഇഫക്റ്റ് കൊണ്ട് ഇത് കൂടും. മിക്കവാറും അവർക്കൊക്കെ ഡയബറ്റീസ് ഉണ്ടാകും. ഡയബറ്റീസ് മരുന്നുകൾ ഇത് കൂട്ടും. ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് തന്നെ ഇത്രയും കൂടിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ സ്റ്റിറോയിഡ്സ് കഴിക്കുന്നുണ്ട്. അതുകൂടാതെ അവർ സൈക്കാട്രിക് മെഡിസിൻ കഴിക്കുന്നുണ്ട്. സൈക്കാട്രിക് മെഡിസിൻസ്, ഡയബറ്റിക് മെഡിസിൻസ്, സ്റ്റിറോയിഡ്സ്, ഈ ഇമ്യൂണോസപ്രസൻസ് ആയിട്ടുള്ള മരുന്നുകളൊക്കെ വെയിറ്റ് കൂട്ടും. അപ്പോൾ അതുകൊണ്ടും നമ്മളപ്പം വെയിറ്റ് കൂടുന്നതനുസരിച്ച് അവരുടെ ഹോർമോണൽ വേരിയേഷൻസ് വന്നുകൊണ്ടിരിക്കും. നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ അതിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ മരുന്നുകൾ വെച്ച് നമ്മൾ ഇതിന് മോചനം നമുക്ക് കിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പം ഡോക്ടർമാർക്ക് തരാൻ പറ്റുന്ന മോഡേൺ മെഡിസിൻ നമുക്ക് മരുന്നേ തരാൻ പറ്റുള്ളൂ. അവനവൻ തന്നെ തീരുമാനിക്കണം, ജീവിതശൈലി കറക്റ്റ് ചെയ്യണം. ഇപ്പം അതിന് സപ്പോർട്ട് ചെയ്യുന്നിടത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്താലേ അത് നടക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളൊരു എൻഡോക്രൈനോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ജീവിതശൈലി സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കാകെ വേണേൽ വിശപ്പ് കുറയ്ക്കാനുള്ള നമ്മളുടെ GLP-1 ഇൻഹിബിറ്റേഴ്സ് മെഡിസിൻസ് വിശപ്പ് കുറയ്ക്കാൻ തരാം. പക്ഷേ അവിടെ നമ്മൾ കറക്റ്റായിട്ട് ന്യൂട്രീഷനൊക്കെ എടുക്കാതെ, അതുപോലത്തെ ന്യൂട്രീഷനും എക്സസൈസും ഇല്ലാതെ അത്തരം മരുന്നുകൾ എടുക്കുന്നത് പലതരം കോംപ്ലിക്കേഷൻസിലേക്ക് പോകാം. അതുപോലെ ക്ലിയർ മോണിറ്ററിങ് വേണം. ഇപ്പോൾ അതൊക്കെ ജനറിക് മെഡിസിൻ അതിൻ്റെയൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഭയങ്കര അതിനൊരു കൺട്രോൾ ഗവൺമെൻറ് കൂടുതൽ കൊണ്ടുവരുന്നുണ്ട്. കാരണം അതൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ നമ്മുടെ ന്യൂട്രീഷനും എല്ലാം കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് മാത്രം എടുക്കാവുന്ന, അതൊക്കെ വളരെ യൂസ്ഫുൾ മെഡിസിൻ തന്നെയാണ്. പക്ഷേ അത് ഉപയോഗിക്കുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. അതിങ്ങനെ വർഷങ്ങളോളം ഉപയോഗിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈവൻ പാൻക്രിയാസിൻ്റെ ഒരു അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്, അതുപോലെ ഈ തൈറോയിഡിൽ വരുന്നൊരു മെഡുലറി കാർസിനോമയുണ്ട്. അതൊക്കെ വരാൻ പോസിബിലിറ്റി ഉള്ള ഈ അതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രോഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ലോങ് ടൈം എടുക്കുകയല്ല ചെയ്യേണ്ടത്. വളരെ ഷോർട്ട് ടൈം എടുത്ത് നമ്മുടെ ഫുഡ് ക്രേവിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്ത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വെയിറ്റ് കുറച്ച്, ഓവർ വെയ്റ്റിനും കൂടെ ആണല്ലോ ഇത് എടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഏകദേശം 20% വെയിറ്റ് റിഡക്ഷൻ നമുക്ക് ഈ ഒരു 3 months കൊണ്ട് കിട്ടും. അപ്പോൾ ഈ 3 months കൊണ്ട് ഒരു 20% വെയിറ്റ് റിഡക്ഷൻ കിട്ടിക്കഴിയുമ്പോഴേക്കും ഇവരുടെ ഈ ക്രേവിങ്ങും എല്ലാം മാറിയിട്ടുണ്ടാവും. അപ്പോൾ മാക്സിമം അത്രയും എടുക്കേണ്ടി വരുള്ളൂ. അത് തന്നെ ലോ ഡോസ് എടുത്താൽ മതിയാവും. മറ്റത് ഓരോ കഴിയും തോറും ഡോസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ കോസ്റ്റും കൂടും, സൈഡ് എഫക്ട്സും കൂടും. അപ്പോൾ ഇത് ഏറ്റവും ലോ ഡോസിൽ 2-3 മാസം വേണ്ടവർക്ക് സപ്പോർട്ട് എടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്താം. നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വെയിറ്റിലേക്ക് കൊണ്ടുവരിക. അതും മസിലും ബോണും കൂടാതെ, മസിലും ബോണിനെയും ബിൽഡപ്പ് ചെയ്തുകൊണ്ട് കൊഴുപ്പ് മാത്രമേ കുറയാൻ പാടുള്ളൂ. അല്ലാതെ ജസ്റ്റ് വെയിറ്റ് കുറയുക എന്നല്ല. വെയിറ്റ് കുറഞ്ഞ് നമ്മൾ പട്ടിണി കിടന്ന് വെയിറ്റ് കുറഞ്ഞ് നമ്മുടെ മസിലും ബോണും ആയിരിക്കും പോകുന്നത്. അതും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് അതിൻ്റെ കറക്റ്റ് ന്യൂട്രീഷൻ എടുത്ത് കറക്റ്റ് എക്സസൈസ് ചെയ്ത് ബോൺസിനും ബോണും ബിൽഡ് ചെയ്ത് വെയിറ്റ് കുറയ്ക്കാൻ നോക്കണം.
ഒരു കോമൺ ആയിട്ട് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പേഷ്യൻ്റ് പറയും, എനിക്ക് ഡയബറ്റീസിന് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, എനിക്ക് BP-ക്ക് മരുന്നുണ്ട്, എനിക്ക് ഫാറ്റി ലിവറിന് മരുന്നുണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്താണ് ട്രൈഗ്ലിസറൈഡ് കൊളസ്ട്രോളിന് മരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഈ പേഷ്യൻ്റ് ചിന്തിക്കുന്നത് ഇതിന് ഓരോന്നിനും വേറെ വേറെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്നുള്ളതാണ്. അത് അതാണ് പൊതുവെ ഉള്ള ധാരണ പേഷ്യൻറ്റിന്. എനിക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസിന് മരുന്ന് കഴിക്കണം, മറ്റേത്. അപ്പം ഡോക്ടറിൻ്റെ കാഴ്ചപ്പാട് ശരിക്കും പേഷ്യൻ്റ് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇങ്ങനെ ഞാൻ ഡയബറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് അല്ലെങ്കിൽ BP-യും പ്രഷറും കാര്യങ്ങളും നോക്കാനായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ എന്താണ് പേഷ്യൻ്റ് ശരിക്കും അറിയേണ്ടത്? അതവിടെയാണ് നമ്മളുടെ മോഡേൺ മെഡിസിനിൽ വന്നിരിക്കുന്ന പ്രോബ്ലം. ഇപ്പം ഒരാൾക്ക് ഹാർട്ടിൻ്റെ ഉണ്ടെങ്കിൽ കാർഡിയോളജിസ്റ്റ് നോക്കും, പിന്നെ ഡയബറ്റീസ് ആണ് ഡയബറ്റോളജിസ്റ്റ്. അപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി അങ്ങനെയാണല്ലോ. നമ്മൾ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ ഉത്ഭവം തന്നെ അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ഓരോ വർഷം ചെല്ലുന്തോറും സ്പെഷ്യാലിറ്റികൾ കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പം ഡയബറ്റീസ് തന്നെ നമ്മൾ ഒരു ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് കണ്ണിന് വേണ്ടിയിട്ട് ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം. ഒഫ്താൽമോളജി തന്നെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്ററാക്റ്റിൻ്റെത്, കണ്ണിൻ്റെ ലെൻസിന് വേണ്ടിയിട്ട് കാറ്ററാക്റ്റിൻ്റെത് നോക്കുന്ന ഒരു ഡോക്ടറായിരിക്കും, കാറ്ററാക്റ്റിൻ്റെ ഡോക്ടറായിരിക്കും. റെറ്റിനയുടെ നോക്കുന്ന വേറൊരു ഡോക്ടറായിരിക്കും. മിക്കവാറും ഈ ഡയബറ്റിക് പേഷ്യൻസിന് ചിലപ്പം ഈ ഗ്ലോക്കോമ ഉണ്ടാവും, ഗ്ലോക്കോമയ്ക്ക് വേറെ ഡോക്ടറായിരിക്കും. അപ്പം ഒരു ഒഫ്താൽമോളജി തന്നെ 2-3 ആയി. അപ്പം അതാണ് നമ്മളുടെ ഇന്നത്തെ സിസ്റ്റം. അപ്പം ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പല പ്രാവശ്യം ആശുപത്രികളിൽ കയറി നടന്ന് നമ്മളിങ്ങനെ പോകേണ്ട വരും. പക്ഷെ അതുകൊണ്ടൊന്നും ആകുന്നില്ലല്ലോ. അപ്പം കണ്ണിൻ്റെ ശരിക്കും റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ അവിടെ ഷുഗറാണ് കൺട്രോൾ ചെയ്യേണ്ടത്. ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് വേറൊരാളാണ്, വേറൊരു ഡോക്ടറാണ്. അതുപോലെ ഹാർട്ട് പേഷ്യൻ്റ് ആണെങ്കിലും ഹാർട്ടിൻ്റെ ബ്ലോക്ക് വരാൻ കാരണം കൊളസ്ട്രോളും അല്ലെങ്കിൽ ഈ ഷുഗർ കൂടിയതുമാണ്. അത് വേറെ ആളാണ് നോക്കുന്നത്. കാർഡിയോളജിസ്റ്റ് ആകെ ബ്ലോക്കിന് വേണമെങ്കിൽ ഒരു സ്റ്റെൻറ്റ് ഇടും അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് ചെയ്യും, അത് മാത്രമേ കാർഡിയോളജിസ്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിനും അതുപോലത്തെ ബ്ലഡ് തിന്നറും BP-ക്കുള്ള മരുന്നും കൂടെ തരും. അപ്പം ഇങ്ങനെ എല്ലാം ഡിവൈഡഡ് ആയിട്ട്, നമ്മളുടെ ബോഡി ഡിവൈഡഡ് ആയിട്ടല്ലല്ലോ ഇരിക്കുന്നത്, നമ്മളുടെ ബോഡി ഒന്നായിട്ടല്ലേ ഫങ്ഷൻ ചെയ്യണ്ടേ. അപ്പം അതിന് ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ബേസിക്കലി ഈ ഒരു ഇൻട്രസ്റ്റ് എടുത്ത് നമ്മൾ അതിനെക്കുറിച്ച് എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് നോക്കി അത് കണ്ടുപിടിച്ച് അതിന് നമ്മൾ ഒരു ഏത് രീതിയിലുള്ള ന്യൂട്രീഷൻ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റാക്കാൻ പറ്റും. ഇപ്പം ഇവിടെയുള്ള പേഷ്യൻറ്റിനാണേലും അല്ലെ എപ്പോഴും എല്ലാവർക്കും ആശുപത്രി താമസിച്ചോ അല്ലെ ഒരിടത്തിരുന്നല്ല, ഇപ്പം മലയാളിയാണെങ്കിൽ പോലും അവർ ചിലപ്പം ഗൾഫിലോ അമേരിക്കയിലോ ആയിരിക്കും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പേഷ്യൻറ്റിനെ മോണിറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് കൊടുക്കാനുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആ സിസ്റ്റത്തിൽ നമ്മളിത് ഇഫക്റ്റീവ് ആകുന്നുള്ളത് കൊണ്ടാണ് എനിക്കിത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതിനകത്തിപ്പം ഡയബറ്റിക് പേഷ്യൻറ്റിന് തന്നെ ഇപ്പം ഇന്ന് വന്ന് ഒരു പേഷ്യൻറ്റ് അദ്ദേഹത്തിന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്റ്റെൻറ്റ് ഇനിയിപ്പം നെഞ്ചിന് വേദന വന്നു, ആൻജിയോഗ്രാം ചെയ്തു, സ്റ്റെൻറ്റ് ഇടണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളപ്പോൾ അവരുടെ ഹിസ്റ്ററി എടുക്കുമ്പോൾ പോലും എല്ലാം എടുക്കും. അപ്പം ലാസ്റ്റ് എൻ്റെ അടുത്ത് പറയുകയാണ്, ഡോക്ടർ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയായിരുന്നു, എനിക്ക് സോറിയാസിസ് ഉണ്ട്. അപ്പം നോക്കിയപ്പോൾ നന്നായിട്ട് സോറിയാസിസ് ഉണ്ട്. അപ്പോൾ സാധാരണ ഇപ്പം നമ്മളൊരു ഹാർട്ടിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ എനിക്ക് സോറിയാസിസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ, സ്കിൻ ലീഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകണം. പക്ഷേ നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഈ എൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാനിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അത് പറയാം, പിന്നെ അതിൻ്റേതായ രീതിയിൽ അതിനെ നോക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ബോഡിയെ കറക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കിന്നിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതും കൂടെ കറക്റ്റ് ചെയ്യും. ചിലപ്പം ചിലരൊക്കെ ഈ കാലിൻ്റെ ഉപ്പൂറ്റിയൊക്കെ വിണ്ട് കീറുന്ന പ്രശ്നങ്ങളൊക്കെ പറയുന്നത് തന്നെ ഒരു 3 മാസം കഴിഞ്ഞ് ബാക്കിയെല്ലാ പ്രശ്നങ്ങളും തീർന്നു കഴിയുമ്പോഴാണ് ഡോക്ടറെ എനിക്കിങ്ങനെ കാലല്ല, നോക്കുമ്പോഴായിരിക്കും കാലൊക്കെ വിണ്ട് കീറിയിരിക്കുന്ന പ്രശ്നങ്ങൾ വരുന്നത്. അല്ല സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ചിലത് പറയുന്നത് തന്നെ ഒരു 3 മാസം കഴിഞ്ഞായിരിക്കും അവരതൊക്കെ തന്നെ അതൊരു പ്രോബ്ലം ആണല്ലോ എന്ന് ചിന്തിക്കുന്നത് തന്നെ. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക.
കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണ അറിവുകൾക്കുമായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം ബെൽ ബട്ടൺ അമർത്തുക.